ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവരും നല്ല പഠിച്ച് അടിപൊളി സെറ്റായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇർഫാന, ഞാൻ സ്റ്റുഡൻസ് വരാൻ വെയിറ്റ് ചെയ്തതല്ല കേട്ടോ. നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്യുന്ന എനിക്ക് നല്ലപോലെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ ആ പേടിയൊന്നും എനിക്കില്ല. ഇർഫാന മെസ്സേജ് കണ്ട് ഉടനെ വന്നിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ബാക്കി ഫുൾ ടീമിനെ വിളിച്ചുകൊണ്ട് വരിക, നമുക്ക് നല്ല അടിപൊളിയാക്കാം. എത്രത്തോളം പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ? നമ്മൾ ഫുൾ സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സോ എവിടെ ഇർഫാന, ഫ്രണ്ട്സ് എവിടെ? യെസ്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ? ഇന്നലത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഏകദേശം നമ്മൾ ബ്രഷപ്പ് ചെയ്തെടുത്തു അല്ലേ? എല്ലാ ഫുൾ ചാപ്റ്റേഴ്സും എല്ലാം യൂണിറ്റ് 1 to യൂണിറ്റ് 5 എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് സമ്മറി ഓഫ് ദ ചാപ്റ്റർ, മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് യെസ്, ഇന്നിപ്പോൾ ഫുൾ ഫോർമാറ്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ പലതും നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് യുവർ അറ്റൻഡൻസ് ആസ് ഐ യൂഷ്വലി സേ. വരുന്നവരൊക്കെ പറയാം കേട്ടോ. എവിടെ യെസ്. ഇന്ന് കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. ആൻഡ് കൃത്യം 6 മണിക്ക് 6:30 അല്ല 6 o'clock തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അടിപൊളിയാക്കണം അല്ലേ? നാളത്തെ എക്സാം നല്ല അടിപൊളിയാക്കണം. സോ ആർ യു ഗൈസ് റെഡി? അതും കൂടി ഒന്ന് പറഞ്ഞേ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ? അത് കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് കൂളാകാനും ഒക്കെ മെയിനായിട്ട് അങ്ങനെയാണ് വന്നത്. ഇങ്ങനെ എപ്പോഴും നമുക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടല്ലോ. കുറച്ച് കൂളാവണം. അതിന് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യുക. മിസ്സിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? എങ്ങനെയാണ് ഇംഗ്ലീഷ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ മിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു ഓൾ ഹാവ് സീൻ ദാറ്റ്. ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി കാണേണ്ടതാണ്. ആൻഡ് ആ രീതിയിൽ നിങ്ങൾ എക്സാം ഹോളിന് കയറുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനത്തെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, യെസ്. പോരട്ടെ, വേഗം വരട്ടെ. വരുന്നവരൊക്കെ വേഗം പറയണേ. ഇർഫാൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ആൾ പെട്ടെന്ന് മുങ്ങിയോ? എവിടെ? യെസ്. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വരെ നമ്മൾ എത്തിയപ്പം ഏതൊക്കെ തരത്തിൽ +2-ന് മെയിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിരുന്നോ? ഇന്നലെ മിസ് പ്രത്യേകം പറഞ്ഞിരുന്നു ടെക്സ്റ്റൊക്കെ വായിക്കണം. ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം വിച്ച് ചാപ്റ്റർ ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം എന്നല്ലേ? അതിന് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക തന്നെ വേണം. എന്നിട്ട് അങ്ങനത്തെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അത് കഴിഞ്ഞതിന് ശേഷം മിസ് പുറത്ത് നിന്ന് അപ്രിസിയേഷൻ വന്നാൽ എങ്ങനെയാണ് എഴുതുക? പുറത്ത് നിന്ന് അപ്രിസിയേഷൻ വന്നാൽ അതിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിൻ മാരത്തോണിന് ഉണ്ടാവണേ. പിന്നെ പുറത്ത് നിന്ന് വരുന്ന പോയം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഉണ്ടാകുക. പക്ഷേ ഒരു കാര്യം, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ളൊരു സംഭവമായിരിക്കും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പോയമായിട്ട് ബന്ധമുള്ള, ഇപ്പം എനി വുമൺ ആണെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു വുമൻസ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയം തരും. മെയിൻറ്റെയിൻ വോൾ ആണെങ്കിൽ ചിലപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ തന്നെ വേറൊരു പോയം തരും. അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടൊരു പോയം നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നുള്ളൊരു പോയം എടുക്കുകയാണെങ്കിൽ അതേപോലെ ഫണ്ണി എക്സ്പീരിയൻസ് ഉള്ളത്, സോഷ്യൽ ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ സാറ്റർ എടുക്കുകയാണെങ്കിൽ, സോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പോയം അതിൽ നിന്നും സിമിലർ ആയിട്ട് കോൺസെപ്റ്റ് വരുന്ന ഒരു പോയം തന്നിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. സോ നിങ്ങൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എങ്ങനെയാണ് ഒരു പോയം എഴുതുക? നമ്മൾ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുക. ഫസ്റ്റ് യു നീഡ് ടു റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഷുഡ് ഇൻക്ലൂഡ് അബൌട്ട് ദ പോയറ്റ്. പോയറ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ അത് എഴുതുക. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയം ഉണ്ടല്ലോ, അതിലെ പോയറ്റിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽസ് അറിയാവുന്നതായിരിക്കും. അത് ഇൻട്രൊഡക്ഷനിൽ എഴുതുക. പിന്നെ ഡീറ്റെയിൽഡ് സമ്മറി, എന്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കൊണ്ടുവരിക. കൺക്ലൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ തന്നിരിക്കുന്ന പോയത്തിൽ നിന്ന് വായിച്ചിട്ട് എന്ത് മനസ്സിലായി, നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന പോയം ഏത് പോയമായിട്ടാണോ കമ്പയർ ചെയ്യാൻ തന്നിരിക്കുന്നത് അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ട് എത്രത്തോളം നിങ്ങളുടെ വ്യൂ പോയിന്റ് പറഞ്ഞ് വേണം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇംഗ്ലീഷിൻ്റെ ഒക്കെ കാര്യത്തിൽ മാർക്സ് വെച്ചിട്ട് എത്ര പേജ് എഴുതണം എന്ന് നോക്കുകയല്ല വേണ്ടത്. എന്തായാലും 1 പേജ് അബോവ് പോയിക്കോളൂ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഒരേ പോയിന്റ് വലിച്ചു നീട്ടി ഒരു 1.5-2 പേജസ് എഴുതുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ
പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 1 പേജ് ആണെങ്കിലും ദാറ്റ്സ് ഓക്കെ. പക്ഷേ അതിലൊരു ഡിഫറൻസ് ഉണ്ട്, ക്വാളിറ്റിയുടെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. സോ മാർക്ക് നോക്കിയിട്ട് പേപ്പർ തികയ്ക്കാൻ ഉള്ളൊരു കോൺസെപ്റ്റ് അല്ല. തന്നിരിക്കുന്ന പോയിന്റ്സ് ഓരോ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ 8 മാർക്സ് ആകുമ്പോൾ എന്തായാലും 1 പേജ് അബോവ് വേണം അല്ലേ. അപ്പോഴത്തേക്ക് നിങ്ങൾ അതനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്, തെറ്റുകളൊന്നുമില്ല എങ്കിൽ ആ ഒരു ഇതനുസരിച്ച് വേണം പോകാൻ. അല്ലാതെ മാർക്ക് നോക്കിയിട്ട് പേജിൻ്റെ കണക്കനുസരിച്ചല്ല കേട്ടോ എഴുതേണ്ടത്. കാരണം ഓരോ കുട്ടികൾക്കും ഓരോ രീതിയായിരിക്കും റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. യൂണിറ്റ് വെയിറ്റേജ് അല്ലേ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ലൈക്ക് യൂണിറ്റ് 1 എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് വെയിറ്റേജിനേക്കാൾ കൂടുതൽ നമ്മൾ യൂണിറ്റ് 1-ൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓരോ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണെങ്കിൽ 8 മാർക്സ് ഉണ്ടാകും. ഗ്രാമർ പാർട്ട് ആണെങ്കിൽ 2 മാർക്സിൽ സ്റ്റാർട്ട് ചെയ്യാം. 4 മാർക്സിൽ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ 4 മാർക്സിനായിരിക്കും നിങ്ങൾക്ക് വരിക. ചിലതിൽ 4 എറേഴ്സ്, ഫൈൻഡ് ഔട്ട് 4 എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് വരും. ഓരോ എറർ കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക് ആ രീതിയിലും വരും. അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിച്ചോ എന്നുള്ള രീതിയിൽ ഫൈൻഡ് ഔട്ട് എറേഴ്സ് എന്ന് പറഞ്ഞ് മാത്രം വരും. സോ 2 മാർക്സ്, 4 മാർക്സ്, 6 മാർക്സ്, 8 മാർക്സ് ആ ഒരു രീതിയിൽ. ഗ്രാമർ ആണെങ്കിൽ പല രീതിയിൽ ചോദിക്കാം. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ തന്നെ നറേഷൻ റൈറ്റപ്പ് ആണെങ്കിൽ 8 മാർക്സിനോ 6 മാർക്സിനോ വരാം. പക്ഷേ ആ ഒരു റൈറ്റപ്പിൻ്റെ ചെറിയ ഭാഗമായിട്ട് വരുന്ന പാരഗ്രാഫ് റൈറ്റിംഗ് ആണെങ്കിൽ അത് 4 മാർക്സിനായിരിക്കും വരിക. ഇത് ഒരു തവണ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇത് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ലൈക്ക് 4 മാർക്സിനെ ഒരു നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് വരുള്ളൂ എന്ന് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. മാർക്ക് അനുസരിച്ച് നിങ്ങൾ എത്രത്തോളം അത് വലിച്ചു നീട്ടണം വേണ്ട അതൊക്കെ തീരുമാനിക്കാം. ഓക്കെ, യെസ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇല്ല കേട്ടോ. ഞാൻ ഇന്നലെ മിനി ഐ ഡോണ്ട് നോ വാട്ട്സ് യുവർ നെയിം. എനിവേ ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ല കേട്ടോ. ഓക്കെ, നമ്മൾ എന്തെങ്കിലും മാറ്റം സിലബസിലോ പോർഷൻസിലോ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇവിടെ നോക്കിക്കേ, ജസ്റ്റിഫൈ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് ദ സ്റ്റോറി. ലാസ്റ്റ് ചാപ്റ്റർ ആണ്, യൂണിറ്റ് 5-ലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, വിച്ച് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ബൈ R.K. നാരായൺ. അപ്പം ആ ഒരു ടൈറ്റിൽ ജസ്റ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റിഫൈ ദ സ്യൂട്ടബിലിറ്റി ഇതൊരു 4 മാർക്സിന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യും? ഒന്ന് കമന്റ് സെക്ഷനിൽ കൂടി അറിയിക്കോ. യെസ്, സുര വന്നു. ഇത്ര മാർക്കിന് എത്ര എഴുതണം എന്നൊന്ന് പറയോ? അത് നമുക്ക് മെയിനായിട്ട് വരാം കേട്ടോ. ലൈക്ക് 4 മാർക്സിനാണെങ്കിൽ ഞാൻ പറയട്ടെ, എഡിറ്റിംഗ് ഗ്രാമർ സെക്ഷനിൽ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓരോ പോയിന്റിനായിരിക്കും 4 മാർക്സ് വെച്ചിട്ട് തരിക. അവിടെ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്, നിങ്ങൾ എത്രത്തോളം തെറ്റ് തിരുത്തി കറക്റ്റായിട്ട് എഴുതി എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. ലൈക്ക് 4 മാർക്സ് ആണെങ്കിൽ ഒരു പാരഗ്രാഫിനേക്കാൾ ഒരു 3/4 പേജ് എന്നുള്ള രീതിയിൽ. 8 മാർക്സ് ആണെങ്കിൽ എന്തായാലും എബോവ് ഒരു 1 പേജ് പോകുന്ന രീതിയിൽ വേണം എഴുതാൻ. പ്രത്യേകിച്ച് 8 മാർക്സ് വരുന്നത് ഏതിനാണ്? എസ്സേയ്ക്കും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരിക. സോ 1 പേജ് എബോവ് പോകണം. 6 മാർക്സ് ആണെങ്കിൽ ഒരു 1 പേജ് തികച്ചു വരുന്ന രീതിയിൽ ആ രീതിയിൽ എഴുതാനായിട്ട് നോക്കണം കേട്ടോ. യെസ്, ഹലോ ന്യൂ സബ്സ്ക്രൈബർ ആണോ? ഓക്കെ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. നമ്മൾ 6 മണിക്ക് ഗ്രാൻഡ് മാരത്തൺ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് എല്ലാവരും എത്രത്തോളം പഠിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് ഒക്കെ തന്നിട്ട് സെറ്റാക്കാനും വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ലൈവ് തുടങ്ങിയിട്ട് കുറേ നേരമായോ? ഇല്ലടാ, കുറച്ച് നേരം ആയിട്ടുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു കേട്ടോ, പേടിക്കേണ്ട. ഹേ കിരൺ, ഹലോ. യെസ്, അപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള എന്നുള്ള ചാപ്റ്ററിൻ്റെ സ്റ്റോറിയുടെ R.K. നാരായണൻ്റെ സ്റ്റോറിയുടെ ഇത് ആ ഒരു ടൈറ്റിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യും? ഒന്ന് പറഞ്ഞേ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദ ടൈറ്റിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഫോർ R.K. നാരായൺ സ്റ്റോറി ഫിറ്റ്സ് വെൽ. Does it fit well? Yes, it fits well. And what is the reason? In the tale, the boy does a naughty thing by making the same mistake on purpose and he gets a slap as punishment. നമുക്കറിയാലോ, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ കിട്ടുന്ന ആ ഒരു പണിഷ്മെൻറ്റ് ആദ്യം കിട്ടുന്നത് ബോയ്ക്കാണ്. കാരണം ഹി നോയിങ്ലി കമ്മിറ്റ്സ് എ മിസ്റ്റേക്ക്. അറിഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് തെറ്റുത്തരം പറയുന്നു, ആൻഡ് ഹി റിപ്പീറ്റ്സ് ഇറ്റ്. അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, അറിയാൻ വയ്യായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് വട്ടുപിടിപ്പിക്കാനായിട്ട് തെറ്റ് പറയുകയാണെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചു പോയി അല്ലേ? അതാണ് നമ്മുടെ സാറ് ചെയ്തിട്ടുള്ള ഒരു തെറ്റെന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇതല്ലേ ഇന്നലെ ഞാൻ ചോദിച്ചേ,
ഏത് ഈ ക്വസ്റ്റ്യനോ ജസ്റ്റിഫൈ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ചോദിച്ചിരുന്നോ? കണ്ടോ? അപ്പോഴത്തേക്ക് വന്നില്ലേ? അതാണ് എന്ത് ചോദിക്കുന്നു അതും കൊണ്ട് വന്നിരിക്കും. ബ്ലോഗ് പറഞ്ഞു തരും, ഉറപ്പായിട്ടും പറഞ്ഞു തരാം. ആൻഡ് ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴെന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് ജസ്റ്റ് വന്നെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഷാർപ്പ് 6 o'clock നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്യും. ഗ്രാമറിന് ഗ്രാമർ, ബ്ലോഗിന് ബ്ലോഗ്, ബ്ലോഗിന് ബ്ലോഗ്, ആൻഡ് ലെറ്ററിന് ഫോർമൽ ആണെങ്കിലും ഇൻഫോർമൽ ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ എന്താണ് പ്രൊഫൈൽ റൈറ്റിംഗ് വരും, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യാം അതൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് കൃത്യം 6 മണിക്ക് വരും. ബ്ലോഗ് പറഞ്ഞു തരും. അമൃത, ഞാൻ മെസ്സേജ് കണ്ടു, ഉറപ്പായിട്ടും പറഞ്ഞു തരാം കേട്ടോ. മിസ് ഒന്നും പഠിച്ചില്ല, ഇപ്പോൾ പറഞ്ഞു തുടങ്ങി A++ കിട്ടുമോ? നമുക്ക് A+ സെറ്റാക്കാം. അതിന് ഇവിടെ ഇരുന്ന് തന്നാൽ മാത്രം മതി. ആൻഡ് 6 മണിക്ക് ഇവിടെ ക്ലാസ്സിലുണ്ടാവണം. ഓക്കെ, യെസ്. ഇവിടെ നോക്കിക്കേ, വേഗം നമുക്ക് പഠിച്ചിട്ട് പോവാം. 6 മണിക്ക് എനിക്ക് കുറച്ചും കൂടെ പവറായിട്ട് വരേണ്ടതാണ്. വേഗം വരൂ, വേഗം വരൂ. യെസ്. ദെൻ ദ ടീച്ചർ സ്ലാപ്സ് ദ ബോയ് വിച്ച് ബിക്കംസ് ഹിസ് ക്രൈം. അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്ന ആ ഒരു തെറ്റ് കാണുമ്പോഴാണ് ടീച്ചർ സഹിക്കാൻ വയ്യാതെ ഒരു അടി കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ് ബിക്കംസ് ദ അൾട്ടിമേറ്റ് ക്രൈം. ഇവിടെ ആലോചിച്ചോണം, ടീച്ചർ എന്ന് പറയുന്ന ആൾ എന്താണ്? ഫോർ മേക്കിംഗ് എ ലിവിങ്, അദ്ദേഹം കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഫോർ ഹിം ദിസ് ജോബ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് കിട്ടുന്ന ആ ട്യൂഷൻ ഫീ വെച്ചിട്ടാണ് അദ്ദേഹം മുന്നോട്ടുള്ള പലതും പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ദിസ് ബോയ് എന്ന് പറയുന്നത് പേരൻസിന് അത്രമാത്രം അല്ലേ ഭയങ്കര ഓവറായിട്ട് കെയർ ചെയ്യുന്നതും പ്രശ്നമാണെന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഇവിടുത്തെ ഈ ഒരു കുസൃതി കുടുക്കിയായിട്ടുള്ള കുട്ടി എന്ന് പറയുന്നത്. ആൻഡ് അടിക്കാൻ പാടില്ല, അവൻ്റെ ആ ഒരു കംഫർട്ട് സോൺ കഴിഞ്ഞിട്ടല്ലാതെ അവനെ ഒന്നും ട്രെയിൻ ചെയ്യാൻ പാടില്ല, അതുപോലുള്ള കുറേ ഡിമാൻഡ്സിന് ഓക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ടീച്ചർ ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണല്ലേ, അറിയാതെ അങ്ങോട്ട് പറ്റി പോകുന്നതാണ്. പക്ഷേ ആഫ്റ്റർ കമ്മിറ്റിംഗ് ദാറ്റ് ക്രൈം, കമ്മിറ്റ് ചെയ്യുന്ന ക്രൈം എന്താണ്? ഒരു അടി അങ്ങോട്ട് കൊടുത്തു. ആൻഡ് ആസ് എ റിസൾട്ട് അവൻ്റെ മുഖത്ത് ചെറിയൊരു ചുമന്ന പാടും വന്നു. ഇത് പറഞ്ഞിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലിറ്റിൽ ബോയ് സ്റ്റാർട്ടഡ് ബ്ലെയിമിങ് ഹിം. ഞാൻ പറയുന്നതൊന്നും ചെയ്തില്ലെങ്കിൽ ഐ വിൽ ഇൻഫോം മൈ പേരൻസ് ആൻഡ് യു നോ ദ റിസൾട്ട് അല്ലേ, യു നോ ദ ആഫ്റ്റർ റിസൾട്ട്, ഐ വിൽ ലെറ്റ് മൈ പേരൻസ് നോ അബൌട്ട് ദിസ് ക്രൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരട്ടും. അത് കാണുമ്പോഴാണ് നമ്മുടെ സർ ഇസ് ഫോഴ്സ്ഡ് ടു ഫോളോ ഓൾ ദ ഇൻസ്ട്രക്ഷൻസ് ബൈ ദിസ് ബോയ്, റൈറ്റ്? അങ്ങനെ. And as a result, the teacher has to do things he doesn't like, such as being a station master and telling stories. അവന് കഥ കേൾക്കേണ്ടി വരും. ടീച്ചർ അലാദിൻ്റെ സ്റ്റോറി പറയും, അപ്പോഴായിരിക്കും വേറെ ബൈസന്റെയും ടൈഗറിൻ്റെ സ്റ്റോറി പറയുക. പറഞ്ഞ സ്റ്റോറി തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറയും. ജസ്റ്റ് ലൈക്ക് എ ഡോൾ ഹി ഇനാക്ട്സ് ടു ഓൾ കൈൻഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഹി ഗിവ്സ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് അവൻ്റെ ടോയ് ട്രെയിനിലെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് ഹി വാസ് ഫോഴ്സ്ഡ് ടു ആക്ട് ലൈക്ക് ദാറ്റ്. ഫൈനലി ഹി വോണ്ട്സ് ടു ഗീവ് അപ്പ്. ഓക്കെ, ജോലി പോയാൽ പോട്ടെ, കുഴപ്പമില്ല, ഈ ഒരു കൊച്ചു ചെറുക്കൻ്റെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കേട്ട് എനിക്ക് നിൽക്കണ്ടല്ലോ എന്നൊരു സിറ്റുവേഷൻ വന്നാലും ഫൈനലി പേരൻസ് വരുമ്പോൾ ഇവർ രണ്ടുപേരും കോംപ്രമൈസിൽ പോകുന്ന ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു ജസ്റ്റിഫൈ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ എന്നാണെങ്കിൽ ദ ടൈറ്റിൽ ഇസ് സിമിലർ ടു എ ഫേമസ് നോവൽ ബൈ എ റഷ്യൻ ഓതർ. ആരാണ്? ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ഫേമസ് ആയിട്ടുള്ള നോവൽ എഴുതിയത് ആരാണെന്നൊന്ന് പറയോ? കേട്ടിട്ടുണ്ടോ? R.K. നാരായണൻ്റെ ആണോ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത്? റഷ്യൻ നോവലിസ്റ്റ്, ഒരു ഫേമസ് റൈറ്ററിൻ്റെ വർക്കാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറിജിനൽ സ്റ്റോറി. ക്യാൻ യു നെയിം ദാറ്റ്? ക്യാൻ യു നെയിം ഹിം? ബ്ലോഗ് പറഞ്ഞു തരുമോ? പറയാം, ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ബ്ലോഗ് എന്തായാലും 6 o'clock നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദസ്തേവ്സ്കിയുടെ ആണ്. കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള ടൈറ്റിൽ അതേപോലെ എടുത്തിട്ടാണ് R.K. നാരായൺ ഇവിടെ ഇത്രയും സ്മോൾ ഇൻസിഡൻറ്റ്, അവിടെ വലിയ മർഡറൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നുണ്ട് ദ ടൈറ്റിൽ ഇസ് സിമിലർ ടു എ ഫേമസ് നോവൽ ബൈ റഷ്യൻ ഓതർ ബട്ട് ഹിയർ ദ ക്രൈംസ് ആർ സ്മോളർ, നോ ലൈക്ക് മർഡർ ഇൻ ദി അതർ സ്റ്റോറി. നാരായൺ യൂസ് ദ ടൈറ്റിൽ ബട്ട് ഗേവ് ഇറ്റ് എ ഡിഫറെൻറ്റ് ട്വിസ്റ്റ് ഇൻ ഹിസ് ഓൺ വേ. ആ ടൈറ്റിലൊക്കെ എടുത്തെങ്കിലും ഇവിടെ ഹി ഈസ് യൂസിങ് ദാറ്റ് ടൈറ്റിൽ ടു ഡെമോൺസ്ട്രേറ്റ് എ വെരി ലിറ്റിൽ ആക്ഷൻ ഡൺ ബൈ ദിസ് ട്യൂഷൻ ടീച്ചർ ആൻഡ് എ ബോയ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫണ്ണി ട്വിസ്റ്റ് കൊണ്ടുവന്ന് മാറ്റുന്നു. ബട്ട് സ്റ്റിൽ ക്രൈം നടത്തുന്നുണ്ട്. ക്രൈം നടത്തുന്നത് ശരിക്കും ബോയ് ആണ്, പക്ഷേ ആ ഒരു അടി കൊടുക്കുന്ന ആയി മാറുന്നു ക്രൈം എന്നുള്ളത്. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ക്രൈം ദ പണിഷ്മെൻറ്റ് ദാറ്റ് ഹി ഹാഡ് ടു ഫേസ് എന്ന് പറയുന്നത് കുറച്ചധികമായിരുന്നു. സോ ആ ഒരു രീതിയിൽ സ്റ്റോറിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈറ്റിൽ വളരെയധികം യോജിക്കുന്നുണ്ട് അല്ലേ? കാരണം ദ ഹോൾ സ്റ്റോറി, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് ദ കോൺസെപ്റ്റ് ഓഫ് ദിസ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ സ്റ്റുഡൻറ്റ്. അതുകൊണ്ട് തന്നെ ദിസ് ടൈറ്റിൽ സ്യൂട്ട്സ് വെൽ. ഓക്കെ, യെസ്. അമൃത എവിടെയുണ്ടല്ലോ അല്ലേ?
ബ്ലോഗ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും യൂട്യൂബിൽ വ്ളോഗ് കാണുന്നവരല്ലേ, വീഡിയോ ലോഗ് കാണുന്നവരല്ലേ. വ്ളോഗ് എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അത് വീഡിയോ ആണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഒരു റിട്ടൺ ഫോമാറ്റിൽ വെബ്സൈറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. വ്ളോഗ് വീഡിയോ ആണ്, VLOG, വീഡിയോ വ്ളോഗ് എന്ന് പറയുന്ന വ്ളോഗ് വീഡിയോ ആണ്. പക്ഷെ ബ്ലോഗ് എന്ന് പറയുന്നത് റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്, വെബ്സൈറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, നോവൽ സമ്മറി അല്ലേ ബ്ലോഗ്? അല്ല 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 അല്ല, അത് ബ്ലർബാണ് കേട്ടോ. ബ്ലോഗും ബ്ലർബും തമ്മിൽ മാറിപ്പോകരുത്. ബ്ലോഗ് എന്ന് മനസ്സിൽ വരികയാണെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി, യൂട്യൂബിലെ വ്ളോഗ്സ് നിങ്ങൾ കാണാറില്ലേ, അത് വീഡിയോ ആണ്. പക്ഷേ റിട്ടൺ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വെബ്സൈറ്റിൽ എഴുതുന്നതിനെയാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ ഒരു നേച്ചറിനെ കുറിച്ചാകാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാകാം, നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ചാകാം. ഇത് ഏത് ടോപ്പിക്ക് തരികയാണെങ്കിലും ഒരു വെബ്സൈറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന സാധനമാണോ അതിന് ബ്ലോഗ് എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ്, ഒരു എസ്സേ എഴുതുന്നത് പോലെയൊക്കെ തന്നെയാണ്, സിമിലർ ആണ്. ഹെഡിങ് വേണം, ഏത് കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത്. നിങ്ങൾ ഒരു സിമിലർ എക്സാമ്പിൾ തരുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചു. ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ടിങ് ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് വായിച്ച് തീർക്കണമെങ്കിൽ ഓഫ് കോഴ്സ് അതെന്താണ്, അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിൽ അത്രയും ക്യാച്ച് ആയിട്ടുള്ള കാര്യമാണെങ്കിലേ ആദ്യത്തെ സെൻറ്റൻസ് മുതൽ അവസാനത്തെ സെൻറ്റൻസ് വരെ നിങ്ങൾ വായിക്കുള്ളൂ അല്ലേ. വലിയ ഡ്രൈ ആയിട്ടുള്ളതാണ്, വലിയ കാര്യമൊന്നുമില്ല, വലിയ വ്യൂസും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിർത്തിയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എൻഷുർ ചെയ്യുക. ക്യാച്ചി ആയിരിക്കണം, ക്യാച്ചി ടൈറ്റിൽ ആയിരിക്കണം, വളരെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള സെൻറ്റൻസോടുകൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് നിങ്ങളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം 15 മാർച്ച് 2024 എഴുതുന്ന ആളുടെ പേരും കൂടെ എഴുതുകയാണെങ്കിൽ ബ്ലോഗിൻ്റെ ആ ഒരു ഫോർമാറ്റ് കറക്റ്റായി. പിന്നെ എങ്ങനെയാണോ നമ്മളൊരു എസ്സേ, ഒരു ചെറിയ എസ്സേ എഴുതുന്നത്, വളരെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് നമ്മൾ എഴുതുന്നത്, അതിനെയാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ടോപ്പിക്. നിങ്ങൾ പോയൊരു യാത്രയെക്കുറിച്ചുള്ള വിവരണമാകാം, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ, ഒരു കോമൺ അവയർനെസ് പ്രോബ്ലം പോലെ എന്തെങ്കിലും പറയുന്നതാകാം, ഏതിനെക്കുറിച്ചാണെങ്കിലും ആകാം. പക്ഷേ BLURB, ബ്ലർബ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ബുക്ക് ഷോപ്പിലൊക്കെ പോകുമ്പം ഒരു ബുക്ക് വായിക്കണമെങ്കിൽ എസ്പെഷ്യലി ഒരു ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് കവർ പേജിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് വെദർ ഐ ഷുഡ് ബൈ ദിസ് നോവൽ ഓർ നോട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ആ ഒരു ബുക്കിനെ കുറിച്ചുള്ള ഫുൾ സമ്മറി ആൻഡ് വാട്ട് ഇസ് ഇറ്റ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് എവിടെയാണ്, ബാക്ക് പേജിൽ. അല്ലാതെ ആരെങ്കിലും ലൈബ്രറിയിലോ ബുക്ക് ഷോപ്പിലോ ചെന്നിട്ട് ഒരു ബുക്ക് ഫുൾ വായിച്ചിട്ട് കൊള്ളാം എന്നാൽ പിന്നെ ഇത് വാങ്ങിക്കളയാം എന്ന് കരുതിയിട്ട് വാങ്ങോ? ഇല്ല, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് റാപ്പിഡായിട്ടൊന്ന് പോകും. അത് എസ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ് പേജ് ഓഫ് ദ ബുക്ക് ആയിരിക്കും. അതിനെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഒന്ന് ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലേ. മാമിൻ്റെ മൈ നെയിം ഇസ് മാളവിക. സോ ബ്ലർബ് എഴുതുകയാണെങ്കിൽ അതിനും ഒരു ഫോമാറ്റ് ഉണ്ട്. ടൈറ്റിൽ വളരെയധികം ക്യാച്ചി ആയിരിക്കണം. ഒറിജിനൽ രീതിയിൽ പറയുകയാണെങ്കിൽ ഓരോ ബുക്കിനും പല രീതിയിലാണ് ബ്ലർബ് ഉണ്ടാകുക. പക്ഷേ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനൊരു ക്യാച്ചി ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ റൈറ്റ് സംതിങ് അബൌട്ട് ദി ഓഥർ, ദെൻ ദ സമ്മറി ഓഫ് ദ ബുക്ക്, പിന്നെ പബ്ലിഷിംഗ് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും വേണ്ട, പ്രൈസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പബ്ലിഷർ എന്ന് പറഞ്ഞിട്ട് ഈ 2 പോയിന്റ്സും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ബ്ലർബ് സെറ്റാണ്. ഓക്കെ, അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ബ്ലോഗ് ആൻഡ് എ ബ്ലർബ്. നകുലെ, ബ്ലോഗ് എന്ന് പറയുമ്പോൾ ബ്ലർബ് എഴുതി പോരുതേ, ഓർത്തോണം. 6 മാർക്സിനൊക്കെ വരുന്ന സംഭവമാണ്, ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, യെസ്. അമൃത, ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. 6 o'clock ലൈവിന് ഉണ്ടായാൽ മതി, എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, then നോക്കിക്കേ. According to the father in the poem Rice, only fools turn to rice farming for gain. However, the poet comes home eager to eat a full meal of Atikara rice. Compare the attitude of the poet and his father in a short paragraph. ഇന്നലത്തെ ലൈവിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് എന്താണ്, സാറ്ററിക്കൽ എലമെന്റ്സ് ഇൻ ദ പോയം. അതിന് മുന്നേ മിസ് ഒരു വീഡിയോ ഇട്ടിരുന്നു, എസ്പെഷ്യലി സാറ്ററിക്കൽ എലമെന്റ്സ് ഇൻ ദ പോയം റൈസ് ബൈ ചെമ്മനം ചാക്കോ എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലെ പോയിന്റ്സ് നിങ്ങൾ നോക്കാതെ പോകരുത്. കാരണം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന, ഉറപ്പായിട്ടും അത് 4 മാർക്സിനാണെങ്കിലും 6 മാർക്സിനാണെങ്കിലും അല്ല, എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പോലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ആഫ്റ്റർ ദിസ് ലൈവ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ അബൌട്ട് യുവർ വാല്യുബിൾ കമൻറ്റ്സ് ടു ഓൺ ദാറ്റ് വീഡിയോ. ഓക്കെ, യെസ്. എയിംസ് ഓഫ് ദ ബുക്ക് പർച്ചേസിങ് വേണ്ടേ?
എയിംസ് ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ടൈറ്റിൽ അനുസരിച്ചല്ലല്ലോ എഴുതുന്നത്. എങ്ങനെയാണോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബ്ലർബ് എഴുതുന്നത്, ടൈറ്റിൽ എഴുതുക, അതിനുശേഷം അബൌട്ട് ദി ഓതർ, സമ്മറി ഓഫ് ദ തിങ് ആൻഡ് ഹൗ ടു അട്രാക്ട് റീഡേഴ്സിനെ എങ്ങനെ അട്രാക്ട് ചെയ്യാം. കാരണം അത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മെയിൻ എയിം ഓഫ് ദിസ് ബ്ലർബ് എന്ന് പറയുന്നത് എന്താണ്, ടു മേക്ക് എ ബോയ് അല്ലെങ്കിൽ ഒരാളെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വായിക്കുന്ന ആൾക്ക് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഫോഴ്സിങ് ദം ടു ബൈ ത്രൂ സം ടെക്നിക്സ്. അതാണ് ബ്ലർബ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പബ്ലിഷിംഗ് ഡീറ്റെയിൽസും പ്രൈസ് ഓഫ് ദ ഇതും ഒക്കെ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, എന്താണ് സി വി പറഞ്ഞു തരുമോ? സി വി നമുക്ക് നല്ല വരച്ച് നല്ല കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം കേട്ടോ. അത് എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, യെസ് യെസ് യെസ്. BCC ടീച്ചർ ഇമെയിലിൽ CC ആൻഡ് BCC എന്താണ്? ഇമെയിൽ എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മെയിൽ അയക്കാറുണ്ടോ? മെയിൽ അയക്കുമ്പോഴത്തേക്ക് ഫ്രം ടു CC BCC സബ്ജക്റ്റ് ആണ് കാണുക. പക്ഷേ എക്സാമ്പിൾ നിങ്ങൾ എഴുതുമ്പോൾ ഫ്രം എഴുതേണ്ട ആവശ്യമില്ല. ടു ആരാണോ, ഇപ്പം malvika@gmail.com എന്നുള്ളത് ടു അഡ്രസ്സ് കൊടുക്കുക. CC BCC നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം ഒരാൾക്ക് അയക്കാനുള്ള കാർബൺ കോപ്പിയാണ്, ലൈക്ക് ഒരാൾക്ക് അയക്കാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് CC BCC യൂസ് ചെയ്യുക. അവിടെ CC BCC എന്ന് എഴുതിയാൽ മാത്രം മതി, അത് ഫില്ല് ചെയ്യാനായിട്ട് നിൽക്കണ്ട. നിങ്ങളുടെ ഇമെയിലിൽ ഫോർമാറ്റ് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ, ദെൻ കോണ്ടന്റ് ആണ് നോക്കുക. സോ ടു അഡ്രസ്സ് -@gmail.com കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കും, സബ്ജക്റ്റും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. CC BCC അവിടെ കിടന്നോട്ടെ, ഫില്ല് ചെയ്യേണ്ട. ഓക്കെ, ബാക്കി എല്ലാ ഇമെയിലും ഫോമാറ്റും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ, റൈറ്റ്? യെസ്. സോ ഇവിടെ റൈസിൽ നമ്മുടെ ഫാദറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് എന്ന് വേഗം പറഞ്ഞേ. മിസ് അവസാനം സഹികെട്ട് പറഞ്ഞു തന്നു. എല്ലാം ഞാൻ പറഞ്ഞു തരും, ഒന്നും ഞാൻ സഹികെട്ടൊന്നുമല്ല, എല്ലാം ഞാൻ നിങ്ങൾ എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരും. ഞാൻ കുറച്ചും കൂടെ പറഞ്ഞു തരാം, നല്ല രീതിയിൽ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ കാരണം ഫുൾ ഫോമാറ്റ് ഉൾപ്പെടെ സെറ്റ് ആക്കിയിട്ട് ഞാൻ നമ്മുടെ മാരത്തോണിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. എക്സാമ്പിൾ വെച്ചിട്ട് പേപ്പർ പ്രസൻറ്റേഷനായിട്ട് എപ്പോഴാണ് വൈകിട്ടത്തെ ഗ്രാൻഡ് മാരത്തോണിന് ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്. സോ റൈസ് എന്ന് പറഞ്ഞ പോയത്തിൽ ദ പോയറ്റ് ആൻഡ് ഹിസ് ഫാദർ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ഗ്രോയിങ് റൈസ് ആണല്ലോ. നമ്മുടെ ആൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് വരികയാണ്, എങ്ങനെയെങ്കിലും കുറച്ച് ചോറ് വേണം, ഉണക്ക ചപ്പാത്തി കഴിച്ച് മടുത്തു, കുറച്ച് ചോറ് കഴിക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുമ്പോൾ ഇവിടെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ട് അച്ഛൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റബ്ബർ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കാണെങ്കിലും ദേഷ്യം വരില്ല അല്ലേ? ദ ഫാദർ തിങ്സ് ഇറ്റ്സ് നോട്ട് എ സ്മാർട്ട് വേ ടു മേക്ക് മണി, കോളിംഗ് ദോസ് ഹു ഡു ഇറ്റ് ഫൂൾസ്. ഇങ്ങനെ ഈ അരിയുടെ പുറകെയൊക്കെ പോകുന്നവർ വെറും മണ്ടന്മാരാ. കാശുണ്ടെങ്കിൽ വല്ല റബ്ബർ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റബ്ബർ ഉണ്ടാക്കാൻ നോക്കുക, 10 പൈസ ഉണ്ടാക്കാൻ നോക്കുമെന്നാണ് പറയുന്നത്. റൈറ്റ്? അങ്ങനെയല്ലേ നമ്മുടെ ഫാദറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, റൈറ്റ്? സോ പക്ഷേ ഹി കോൾസ് ദം ആസ് ഫൂൾസ്. ഇവിടെ അത് ചെയ്ത് ഇത്രയും നാൾ ജീവിച്ച ഒരാളാണ് പെട്ടെന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് കാണിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തോണം. വിച്ച് ആക്ച്വലി ഷോസ് എ കൈൻഡ് ഓഫ് വാട്ട് ക്രിറ്റിസിസം ആണ് കാണിക്കുന്നത്. ഭയങ്കര ആക്ഷേപഹാസ്യത്തിൽ കൂടെ സാറ്റയർ, സാറ്റയർ എന്താണ്? ആക്ഷേപഹാസ്യം, കളിയാക്കിക്കൊണ്ടൊരു കാര്യം പറയുന്നത്. സോഷ്യൽ ക്രിറ്റിസിസം ആവശ്യമുള്ള ഒരു കാര്യത്തെ തമാശ രീതിയിൽ, കുത്തുന്ന രീതിയിൽ, പുറകിൽ നിന്ന് കുത്തി പറയുന്ന രീതിയിൽ പറയുന്നതിനാണ് സാറ്റയർ എന്ന് പറയുന്നത്. So but when the poet comes home, he is excited about eating Attikara rice. This shows a gap between the dad's practical view and the poet's love for the cultural and tasty side of rice. ആണോ? ശരിയാണോ? ബുക്കിൻ്റെ റിവ്യൂ, ഫിലിം റിവ്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അമൃത, എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആ ഒരു ഇവർ തമ്മിൽ ഓൾഡ് ന്യൂ ജനറേഷൻ ആണെങ്കിൽ പോലും നമ്മുടെ ന്യൂ ജനറേഷനിലെ ആളാണ് ഓൾഡ് കസ്റ്റമും ട്രഡീഷനും ഒക്കെ ഫോളോ ചെയ്ത് ആ സ്റ്റൈലിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ഓൾഡ് ജനറേഷനിലുള്ള ഫാദർ എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ്, മണി മേക്കിംഗ് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മാറുന്നത്. യൂഷ്വലി ഓൾഡ് സ്റ്റിക്ക് ഓൺ ടു ഓൾഡ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, ന്യൂ ജനറേഷൻ ഗോസ് ബിഹൈൻഡ് ദിസ് മണി എന്നാണ് നമ്മൾ പറയുക. ഇവിടെ പക്ഷേ നേരെ തിരിച്ച് ഉൾട്ടയാണ് അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ പോയിന്റ്സിൽ ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇറ്റ്സ് ലൈക്ക് ദ ഡാഡ് കെയർസ് മോർ അബൌട്ട് മേക്കിംഗ് മണി while the poet values the traditions and flavors connected to rice. So rice എന്നുള്ളതിൻ്റെ ആ ഒരു സ്യൂട്ടബിൾ നേച്ചറും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൽ മാത്രമല്ല നിങ്ങൾക്ക് ജസ്റ്റിഫൈ ദ ടൈറ്റിൽ എന്ന് പറഞ്ഞ് വരിക. ഈ ഒരു ഇതിനും വളരെയധികം ഏത് രീതിയിൽ വേണമെങ്കിലും ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂ പോയിന്റ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ
This is going to hurt just a little bit by Ogden Nash. Humorous elements മാത്രം നോക്കിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. അതിൻ്റെ ടൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? He thinks his father is working in the field, പക്ഷേ എന്താണ്, unfortunately he was busy installing this new rubber machine at home അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു തരുമോ? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് എന്താണ്? എ ക്വിക്ക് റെൻഡറിങ് ഓഫ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ എന്താണ് എന്ന് വേറൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുന്ന സാധനത്തിനാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടത്? യു ഹാവ് ടു ബിഗിൻ ബൈ ടെല്ലിംഗ് ഹൂ ആൻഡ് വാട്ട് ദ ക്യാരക്ടർ ഇസ്. എക്സാമ്പിൾ, നമ്മുടെ റോബോട്ട് ബോൾവിൻ. എക്സാമിന് ചോദിച്ച് മടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റോബോട്ട് ബോൾവിൻ. ഏതാണ് ചാപ്റ്റർ? റോബോട്ട് ബോൾവിൻ വരുന്ന ചാപ്റ്ററിൻ്റെ പേര് ഏതാണ്? പറഞ്ഞേ, വേഗം പറഞ്ഞേ. എന്താണ് 9:30 AM to 12 PM കണ്ടത്? 21:3 എന്താണ് മിനി? യെസ്, നമ്മുടെ അവർ ഓഫ് ട്രൂത്തിലെ മെയിൻ ക്യാരക്ടറാണ് റോബോട്ട് ബോൾവിൻ എന്ന് പറയുന്നത്. ആൻഡ് സോ യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദാറ്റ് ക്യാരക്ടർ. മിസ്റ്റർ റോബോട്ട് ബോൾവിൻ ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ വൺ ആക്ട് പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവൽ വൈൽഡ്. ആ ഒരു ഒറ്റ സെൻറ്റൻസ് മതി ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ഓൾറെഡി കൺവേ ചെയ്തു കഴിഞ്ഞു ഹൂ ആൻഡ് വാട്ട് ഈസ് ദ ക്യാരക്ടർ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ദെൻ ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് ദ സ്റ്റോറി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളത്. ഹി വർക്ക്സ് അറ്റ് എ ബാങ്ക്, എന്താണ്, ഗൃഷത്തിൻ്റെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ചെറിയൊരു സമ്മറി 1 to 2 സെൻറ്റൻസിൽ പറഞ്ഞതിന് ശേഷം ഹിസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണെന്ന് പറയുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫീച്ചർ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റി ആണ് അല്ലേ? അപ്പോൾ ആ ഒരു ഓണസ്റ്റിയെക്കുറിച്ചും ആൻഡ് ആ ഒരു പോയിന്റ് എങ്ങനെയാണ് സ്റ്റോറിയെ തന്നെ മാറ്റുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അതാണ് ഫർദർ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, യെസ്, അവർ ഓഫ് ട്രൂത്ത്, യെസ് കാണുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഹൂ ആൻഡ് വാട്ട് ഈസ് ദ ക്യാരക്ടർ, എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് ദ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ആൻഡ് ഫൈനലി യുവർ വ്യൂ പോയിന്റ് അബൌട്ട് ദ ക്യാരക്ടർ, ലൈക്ക് ഹൗ ഹി ഓർ ഷീ മോട്ടിവേറ്റഡ് ഓർ ഇൻസ്പയർഡ് യു. നിങ്ങളെ എത്രത്തോളം ഈ ഒരു ക്യാരക്ടർ ബാധിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം ഇൻസ്പയർഡ് ആയി ഇത് കണ്ടിട്ട്, ആ ഒരു രീതിയിൽ വേണം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച്. നമുക്ക് ക്യാരക്ടർ സ്കെച്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആരുടെയൊക്കെയാണെന്ന് അറിയോ? റോബോട്ട് ബോൾവിൻ്റെ എക്സ്പെക്ട് ചെയ്യാം, നോമിതയുടെ എക്സ്പെക്ട് ചെയ്യാം, ഹൊറഗല്ലു വരികയാണെങ്കിൽ ഗ്രാൻഡ് ഫാദറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, രത്നിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ ഒരു സമയത്ത് നമ്മുടെ അജിത്തിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അജിത്തിൻ്റെ മാത്രമല്ല, നോമിതയുടെ അമ്മയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ക്യാൻ യു ഗെസ് എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ചാപ്റ്റർ ആണോ പഠിക്കുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന എല്ലാവരുടെയും ഈ ഇത്രയും ഫീച്ചേഴ്സ്, ആരാണ്, ഏത് ചാപ്റ്റർ ആണ്, ആരാണ് ആ ചാപ്റ്റർ എഴുതിയത്, how it develops throughout the story and how it motivated or inspired you. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സെറ്റാണ് ക്യാരക്ടർ സ്കെച്ച്. ഹായ് മിസ്റ്റർ ഗെയിമിംഗ്, ഹലോ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഡിഫറൻസ് ചോദിക്കുമോ റൈസിൽ നിന്ന്? പാർട്ട് 1 and 2 എന്നുള്ളത് പാർട്ട് 1 and 2 എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി എന്നുള്ള രീതിയിൽ എല്ലാത്തിനും റെഡി ആയിട്ടിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല മിസ് പറയുന്നത്. ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പം റൈസ് എന്ന് പറഞ്ഞൊരു എടുക്കുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് എടുക്കാം. ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് എത്രയാണ്, പിന്നെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കാം. സോഷ്യൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ സാറ്റയർ എന്നുള്ള രീതിയിൽ എടുക്കാം. ഇത്രയും പോയിൻറ്റ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഈ പോയിൻറ്റ്സ് പല രീതിയിലായിരിക്കും ചോദിക്കുക. ചിലപ്പം ഒരു നറേഷൻ എന്നുള്ളൊരു രീതിയിൽ ചോദിക്കാം. നമ്മുടെ പോയറ്റ് എക്സ്പീരിയൻസ് ചെയ്തു ഇത്രയും വലിയൊരു കാര്യം, സോ അത് അദ്ദേഹം നറേറ്റ് ചെയ്യാണ് വേറെ ആരുടെ അടുത്തെങ്കിലും. നറേഷൻ എന്നുള്ളൊരു രീതിയിൽ ചോദിക്കാം. യുവർ വ്യൂ പോയിന്റ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഹൗ ഡിഡ് യു ഫീൽ എന്നുള്ള രീതിയിൽ ചോദിക്കാം. പല രീതിയിലും ചോദിക്കാം. ഇത്രയും മെയിൻ പോയിന്റ്സ് ആണ് ആ ഒരു പോയത്തിനെ ബേസ് ചെയ്തിട്ട് വരിക. ഓക്കെ, റൈസ് ചാപ്റ്ററിൽ പോയറ്റിൻ്റെ പേര് പറയാവോന്ന് പറഞ്ഞേ നകുലേ. യെസ്, ചെമ്മനം ചാക്കോ. അപ്പോൾ സ്റ്റാമർ എഴുതിയത് ആരാണ്? സുര, വേഗം പറഞ്ഞോ, സ്റ്റാമർ എഴുതിയത് ആരാണ്? കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മിസ്സിന് മുന്നേ ആൻസേഴ്സ് പറഞ്ഞു തരുന്ന മിടുക്കന്മാർ സെറ്റായിട്ടിരിക്കുകയാണ്. സുര ഇന്നലെ തൊട്ടേ നല്ല ഫുൾ ഫോമിലാണ് ഇരിക്കുന്നത്. യെസ്, വെരി ഗുഡ്.
റൈസ് എഴുതിയത് ചെമ്മനം ചാക്കോ ആണെങ്കിൽ സ്റ്റാമർ എഴുതിയത് ആരാണ്? ഒന്ന് പറഞ്ഞേ. ആദിൽ ഹായ്. എന്താണ്? ഉണ്ണിക്കുട്ടനാണോ ഈ മിസ്റ്റർ ഗെയിമിംഗ്? ഓക്കേ, ഗുഡ് എക്സ്പീരിയൻസ്. താങ്ക് യു അമൃത, താങ്ക് യു. സച്ചിദാനന്ദൻ, കെ സച്ചിദാനന്ദനാണ് നമ്മുടെ സ്റ്റാമർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാമർ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദാറ്റ് എ ഡിസബിലിറ്റി, എ മോഡ് ഓഫ് സ്പീച്ച്? എന്താണ് ഇതിൽ? ഇസ് ദാറ്റ് എ ഡിസബിലിറ്റി ഓർ എ മോഡ് ഓഫ് സ്പീച്ച്? എന്താണ് അതിൽ സ്റ്റാമറിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മിസ്സാവുന്ന പോയിന്റ്സ് ഞാനും പറയാം, എനിക്ക് മിസ്സാവുന്ന പോയിന്റ്സ് നിങ്ങളും പറയുന്ന രീതിയിൽ മാക്സിമം നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാം കേട്ടോ. ഇറ്റ്സ് നോട്ട് എ ഹാൻഡിക്യാപ്പ്. ഈ ഒരു ഹാൻഡിക്യാപ്ഡ് അല്ല. യെസ്, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച് ആൻഡ് ഇറ്റ് ഈസ് ദ സൈലൻസ് ബിറ്റ്വീൻ വാട്ട് ഓൾ തിങ്സ്. സുര is scoring high. Yes. എന്താണ്? എവിടെ പോവാനാ? നമുക്ക് ഞാൻ ഇപ്പം സ്പീഡാക്കാം, പക്ഷേ 6 മണിക്ക് ലൈവിൽ കയറിക്കോണേ. 6 മണിക്കാണേ. 6 മണിക്ക് നമ്മൾ ഷാർപ്പ് സ്റ്റാർട്ട് ചെയ്യും. Then write a short profile of Sachi, the famous Malayalam film director, using the hints given below. So profile writing നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വാങ്ക്രി മത്തായിയുടെ ചോദിക്കുകയുള്ളൂ, ഷഹീൻ മിശ്രയുടെ ചോദിക്കുകയുള്ളൂ, ഇർഫാൻ ആലത്തിൻ്റെ ചോദിക്കുകയുള്ളൂ എന്നുള്ള എക്സ്പെക്ടേഷനിൽ പോകരുത്. ഇവിടെ ചോദിച്ചിട്ടുള്ള ആളുടെ നോക്കിക്കേ, KR സച്ചിദാനന്ദൻ. ആ കെ സച്ചിദാനന്ദൻ അല്ല, KR സച്ചിദാനന്ദൻ ഇവിടെ എന്ന് പറയുന്നത് ഫിലിം ഡയറക്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം പ്രൊഫൈൽ റൈറ്റിങ്ങിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയോ അറിയാത്ത ഒരാളുടെ പേരാണെന്ന് കരുതിയിട്ട് പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കും, അതിലെ കാര്യങ്ങൾ എഴുതുക മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, അത് എഴുതുന്നതിനൊരു ട്രിക്ക് ഉണ്ട്. ലൈക്ക് ഒരു പ്ലേസ് വരികയാണെങ്കിൽ ഇന്നാണോ അറ്റാണോ എന്ന് യൂസ് ചെയ്യുന്ന ഡൗട്ട്. അതേപോലെ തന്നെ ഓണാണോ, ഡേറ്റിന് മുന്നേ ഓണാണോ, ഹി വാസ് ബോൺ ഓൺ 1989 ആണോ, ഇൻ 1989 ആണോ, അത്തരത്തിലുള്ള ഡൗട്ട്സ് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേണ്ടുന്ന ഡീറ്റെയിൽസ് ഫുൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഓക്കെ, യെസ്. സോ നെയിം കൊടുത്തിട്ടുണ്ട്, പോപ്പുലർലി നോൺ ആസ് സച്ചി, ബോൺ, ഡേറ്റ് പറയുന്നുണ്ട്, പ്രൊഫഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, മൂവി ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഡയറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് കൂട്ടി യോജിപ്പിച്ച് ഒരു പാരഗ്രാഫ് ആക്കി മാറ്റുന്നതിനെയാണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സച്ചി, ഹൂസ് ഫുൾ നെയിം വാസ് KR സച്ചിദാനന്ദൻ, വാസ് എ വെൽ നോൺ ഫിഗർ ഇൻ മലയാളം സിനിമ, ബോൺ ഓൺ December 25, 1972. ഇവിടെ ഡേറ്റും അല്ലെങ്കിൽ മന്തുമാണ് പറയുന്നതെങ്കിൽ ഓണും ഹി വാസ് ബോൺ ഇൻ 1972. ഇയറിന് മുന്നേ യൂസ് ചെയ്യേണ്ട പ്രൊപ്പോസിഷൻ ഏതാണ്? ഇന്നാണ്. അതേസമയം ഇതേപോലെ ഹി വാസ് ബോൺ ഓൺ 15th October 1995 ആ ഒരു രീതിയിൽ പറയാമല്ല. മന്ത് ആണെങ്കിലും ഓൺ യൂസ് ചെയ്യുക, പകരം ഇയർ ആണെങ്കിൽ ഇന്ന് വേണം യൂസ് ചെയ്യാൻ. ഈ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പം എഡിറ്റിങ്ങിൽ ഇതുപോലൊരു പ്രൊഫൈൽ തന്നിട്ട് ഇന്നാണോ ഓൺ ആണോ ഇയറിന് മുന്നേ എന്നുള്ളൊരു ഡൗട്ട് വരികയാണെങ്കിൽ ഇയറിന് മുന്നേ ഇന്നും, ഇതേപോലെ ഡേറ്റോ മന്തോ ആണെങ്കിൽ ഓണുമാണ് പറയുന്നത്. ഓർത്ത് വെച്ചോണേ. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്, 6 മണിക്ക് നമ്മുടെ ബൂസ്റ്റർ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഉണ്ട്, ഡോണ്ട് വറി, ഉണ്ടാകും. Then he was not just a film director but also a screenwriter, producer and advocate. Such his first film Anarkali came out in 2015. നോക്കിക്കേ, in 2050. ഇയർ ആണോ ഇന്നായിരിക്കണം, ഓണോ അറ്റൊന്നും അല്ല കേട്ടോ. ബട്ട് ഇറ്റ് വാസ് ഹിസ് 2020 ഹിറ്റ് അയ്യപ്പനും കോശിയും ദാറ്റ് ബ്രോട്ട് ഹിം വൈഡ് സ്പ്രെഡ് അക്ലെയിം. നോക്കിക്കേ, ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് അനാർക്കലി 2015 ഹിറ്റ് മൂവി എന്ന് പറയുന്നത് അയ്യപ്പനും കോശിയും 2020. സോ അറിയാവുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് ഒരു പാരഗ്രാഫ് ആക്കി മാറ്റിയാൽ മാത്രം മതി പ്രൊഫൈൽ റൈറ്റിങ്ങിൽ. ഓക്കെ, അത് മാത്രം മതി കേട്ടോ. 3 L's ഓഫ് എംപവർമെന്റ് പറയോ? ഇന്നലെ നമ്മൾ എത്രത്തോളം ഡിസ്കസ് ചെയ്തതാ സുര. വേവൈ നീ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ, എന്ത് പറ്റി? ഓക്കെ, ലേണിംഗ്, ലീഡർഷിപ്പ്, അതേപോലെ തന്നെ ലേബർ. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, ആ 3 കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ സ്പീച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? വിമനിൽ പല കാര്യങ്ങളിലും പൊട്ടൻഷ്യൽ ഇല്ലാത്തത് കൊണ്ടല്ല അവർ ഫോർഫ്രണ്ട് ഓഫ് ദ സൊസൈറ്റിയിലേക്ക് എത്താത്തത്, പകരം ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ചാൻസ്. ആ ഒരു പല കാര്യങ്ങളിലും ഈവൻ മെന്നെ പോലെ തന്നെ അവരും പൊട്ടൻഷ്യൽ ഉള്ളവരാണ്, ഒരു പക്ഷേ ഒരു പടി മുകളിലുള്ളവരാണ് വിമൻ എന്ന് പറയുന്നത്. ബട്ട് ദ തിങ് ഇസ് വി ആർ നോട്ട് റെഡി
ready to accept that thing. Even when they are given with jobs, they are not equally paid. ഇവിടെ മെന്നുമായിട്ടുള്ള നോക്കുകയാണെങ്കിൽ ഈക്വൽ പേ അല്ല, സെയിം ജോബ് ആയിരിക്കും പക്ഷേ ഈക്വൽ പേ അല്ല. അതുപോലുള്ള പ്രോബ്ലംസ് ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് സോഷ്യൽ സർക്കംസ്റ്റാൻസസ് വി നീഡ് ടു ഫോളോ 3 L's. ആൻഡ് വിച്ച് ആർ ദോസ് 3 L's? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുക. എംപവർമെൻറ്റിന് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബേസ് കൊടുക്കുക എഡ്യൂക്കേഷനാണ്. അതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ കൊടുത്ത് എവിടേക്കെങ്കിലും കെട്ടിച്ച് വിടുകയല്ല വേണ്ടത്, പകരം ലേബർ കൊടുക്കുക, ജോലി എന്താണെന്ന് കൊടുക്കുക, അവിടെ ഒരു വർക്ക് ലൈഫ് എക്സ്പീരിയൻസ് സ്മൂത്ത് ആക്കി കൊടുക്കുക, ഈക്വൽ പേ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് മേക്ക് ദം എന്താണ് കോൺഫിഡൻറ്റ്. കാരണം ജോലിയുണ്ട്, പഠിച്ചു, ജോലി കിട്ടി, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ആയി മാറും. അത് മാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എനേബിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദാറ്റ്? കാരണം ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പലയിടത്തും കോൺഫിഡൻ്റ് ആയിട്ട് പല വ്യൂസും ലൈക്ക് ഈവൻ ഇഫ് ദേ ആർ സപ്രസ്ഡ് എന്താണ് അവർക്ക് ദേ വോണ്ട് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ്, അതിനെന്താണ് അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും കൂടി എല്ലാവരും എല്ലായിരുന്നല്ലോ, എന്താണോ ഈ പറയുന്നത്? പ്രൊഫൈൽ റൈറ്റിംഗ് വരുമോ? എക്സ്പെക്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സച്ചിയുടെ ഇത് ഞാൻ നിങ്ങളുടെ +2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഓക്കെ, യെസ്. If you train a boy, you train a man, and if you train a girl, you train a village എന്ന് പറയുന്നത് എത്രത്തോളം കറക്റ്റാണ് അല്ലേ? ഇതൊക്കെയാണ്. കണ്ടിരുന്നു അല്ലേ എൻ്റെ ഷോർട്ട് വീഡിയോ? യെസ്. Then in the poem Rice, we see the poet return to his village after 4 years of research in North India, hoping at last to eat Atikara rice at home. However, this did not happen. His father had stopped rice farming and had become a rubber planter. Unhappy, the poet writes an email to his friend about his disappointment. Write the email. അപ്പോൾ റൈസിനെ ബേസ് ചെയ്തിട്ട് സാറ്റർ എന്നുള്ള രീതിയിലല്ല, നറേഷൻ എന്നുള്ള രീതിയിലല്ല, ഇമെയിലും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വരുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് ഏതാണ്? ലെറ്റർ ആണെങ്കിൽ ഫോർമൽ, ഇൻഫോർമൽ, സ്പീച്ച് ചോദിക്കും, ഇമെയിൽ ചോദിക്കും. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അമിഗോ ബ്രദേഴ്സിൻ്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. മിസ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ വരുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ എടുക്കുക. ഫസ്റ്റ് 3 L's ഓഫ് എംപവർമെൻറ്റ് എന്നുള്ള ചാപ്റ്റർ തൊട്ട് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വരെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആയി തന്നെ ഇരിക്കുകയാണെങ്കിൽ നാളത്തെ എക്സാം അടിപൊളിയായിരിക്കും. കാരണം വരുന്ന എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസിനും മെൻ്റലി പ്രിപ്പയർഡ് ആണ്. ദ പോയിന്റ്സ് ഹൗ ടു റൈറ്റ് എന്നുള്ളത് സെറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പോയി A+ വാങ്ങിച്ചുകൊണ്ട് വരിക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ മിസ്, ജോബ് ആപ്ലിക്കേഷൻ വരുമോ? യെസ്, വരാൻ ചാൻസ് ഉണ്ട്. വരും. അതാണ് മിസ് പറഞ്ഞിട്ടുള്ളത്. ഇർഫാൻ ആലത്തിന് എന്തുണ്ട്? സമ്മാൻ ഫൗണ്ടേഷൻ ഉണ്ട്. ഷഹീൻ മിശ്രയ്ക്ക് എന്തുണ്ട്? ആകാശ ഫൗണ്ടേഷൻ ഉണ്ട്. ഇവിടെ രണ്ടിടത്തും ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? ജോബ് ആപ്ലിക്കേഷൻ വേണം. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, വരും. ജോബ് ആപ്ലിക്കേഷൻ, റെസ്യൂമെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വരുന്നുണ്ട്, വരും, ഉറപ്പാണ് വരും. യെസ്. സോ ഇമെയിലിൻ്റെ ഫോമാറ്റ് അറിയാലോ. മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രം അഡ്രസ്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതണ്ട. അത് കഴിഞ്ഞിട്ട് എന്തെഴുതണം? ടു അഡ്രസ് എഴുതണം, CC, BCC, സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് എഴുതണം, പിന്നെ ഒരു ലെറ്റർ എഴുതുന്ന പോലെ തന്നെ ഡിയർ. ആർക്കാണ് എഴുതുന്നത്? ഇപ്പോൾ ഒരു ഫ്രണ്ടിന് അയക്കാൻ പറഞ്ഞതുകൊണ്ട് ഓഫ് കോഴ്സ് അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് മതി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഡെസിഗ്നേഷനും ആ ഒരു റിലേഷൻഷിപ്പും വെച്ചിട്ട് മനസ്സിലാക്കുക. കോമൺ ലോജിക് ഉണ്ടല്ലോ, ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ എന്നുള്ളത് നോക്കുക. പിന്നീട് ഒരു ലെറ്റർ എഴുതുന്ന പോലെ തന്നെ എഴുതിയിട്ട് റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് യുവർ നെയിം കൂടെ എഴുതുകയാണെങ്കിൽ എന്താണ്? ഇമെയിലിൻ്റെ ഫോമാറ്റ് സെറ്റാണ്. ഓക്കെ, യേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ല, റിഗാർഡ്സ് എന്നോ ലവ് എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങളുടെ പേരെന്തായാലും വേണം, അല്ലെങ്കിൽ താങ്ക്സ് എന്നോ ആ ഒരു രീതിയിൽ. ഓക്കെ, 2CC BCC. യെസ്. ഭഗത്ത് വന്നല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ 6 മണിക്ക് പിന്നെയും വരുവേ. ഈ പറയുന്ന ടീംസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കണം. ഒറ്റ എണ്ണം പോയേക്കരുത്, ഫുൾ ടീമായിട്ട് വരിക. ഇവിടെ ആരൊക്കെ ഏതൊക്കെ മെയിൻ സബ്ജക്റ്റാ? അതപ്പം വേറെ സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് അല്ല, ഇംഗ്ലീഷ് സബ്ജക്റ്റ് അല്ല, വേറെ സബ്ജക്റ്റാണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഐ എം ബാക്ക് ഇൻ ദ വില്ലേജ് ആഫ്റ്റർ ബീയിങ് അവേ ഫോർ 4 years ഡൂയിങ് മൈ PhD ഇൻ നോർത്ത് ഇന്ത്യ. ഐ വാസ് സോ എക്സൈറ്റഡ് ടു കം ബാക്ക് ആൻഡ് ഈറ്റ് ആ ട്രഡീഷണൽ അത്തിക്കര റൈസ് അറ്റ് ഹോം. പാവം നമ്മുടെ പോയിട്ട് അല്ലേ, അയാൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ബട്ട് ഗെസ് വാട്ട്?
Dad stopped growing rice and started planting rubber instead. It was a big shock for me. നിനക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? നിനക്കറിയോ ഇവിടുത്തെ എല്ലാ കൃഷിയും നിന്നടാ, പകരം റബ്ബറാടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുകയാണ്. The fields that used to be full of rice plants are now filled with rows of rubber trees. I was really hoping for the familiar taste of our rice mills, but things have changed a lot. ഞാൻ ആ ഒരു അത്തിക്കര ചോറും കഴിച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് കഴിച്ചിട്ടിരിക്കണം എന്ന് വിചാരിച്ചപ്പം ഇവിടെയും ചപ്പാത്തി ഉള്ളൂടാ, ആ ഒരു സീൻ അല്ലേ. I just wanted to tell someone about it and you came to my mind. എനിക്ക് ഇത് ആരുടെ അടുത്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, അപ്പം നിൻ്റെ മുഖം എനിക്ക് ഓർമ്മ വന്നത്. Change is a bit hard to accept, especially when it messes with your favorite memories. കണ്ടോ ഒരു സ്ട്രൈക്കിംഗ് സെൻറ്റൻസ് കണ്ടോ, ഓർത്ത് വെച്ചോ, എവിടെയെങ്കിലും ഒക്കെ നാളത്തെ എക്സാമിൽ റൈസായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എഴുതാട്ടോ. മിനി വൈസേ എന്തോ ഹലോ 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 ഹലോ, സ്മെൽ ഓഫ് ദി റബ്ബർ തോട്ടത്തിൽ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? സെറ്റാക്കാം, പിന്നല്ല സെറ്റാക്കാം. അപ്പം ചേഞ്ച് ഇസ് എ ബിറ്റ് ഹാർഡ് ടു ആക്സെപ്റ്റ്, എസ്പെഷ്യലി വെൻ ഇറ്റ് മിസ്സസ് വിത്ത് യുവർ ഫേവറേറ്റ് മെമ്മറീസ്. മാറ്റം അത് അനിവാര്യമാണ്, പക്ഷേ നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് മെമ്മറീസുമായിട്ട് ബാധിക്കുന്നതാണെങ്കിൽ അതിന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. സോ ലെറ്റ്സ് ക്യാച്ച് അപ്പ് സൂൺ ആൻഡ് ഷെയർ സ്റ്റോറീസ്. കാൺ വെയിറ്റ് ടു ഹിയർ ഹൗ തിങ്സ് ആർ വിത്ത് യു. എനിക്ക് നിൻ്റെ അടുത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അടിപൊളിയായിട്ട് സെറ്റായിട്ടൊക്കെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ വി വിൽ മീറ്റ് യു സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സെറ്റാക്കുകയാണ്. ഓക്കെ മിസ്, ഗ്രാമർ പറയോ? ഗ്രാമർ സെഷനൊക്കെ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. നമ്മുടെ 6 o'clock ലൈവിന് വരിക. പെട്ടെന്നാണ് നിങ്ങളെ കാണാൻ ഞാനെന്നാ കയറിയാലോ എന്നൊന്ന് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് വന്നപ്പം കിട്ടിയൊരു സാധനം. എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. ആ അത്രയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻക്ലൂഡിങ് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാമെന്ന് കരുതിയതാണ് കേട്ടോ വിസ്മയ. നമ്മളെല്ലാം സെറ്റ് ചെയ്യും. ഓക്കെ, യെസ്. കണ്ടല്ലോ, ഫ്രെഡറിക് ഓഗ്ഡൻ നാഷ് humorously narrates his experiences with a dentist. Exaggerate and narrate humorously an experience you had in your personal life with a doctor or in a clinic. So കുറച്ച് മാറിയ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഫ്രെഡറിക് ഓഗ്ഡൻ നാഷിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു, വായിച്ചു, നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷേ എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ചോദിക്കുന്നത് എന്താണ്, യുവർ എക്സ്പീരിയൻസ്, യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക, ഇല്ലെങ്കിൽ ഉണ്ടാക്കി എഴുതി വെക്കുക. ഓക്കെ. അൻഹർ യൂനസ്, ലൈവ് എപ്പോൾ തുടങ്ങി? 4 മണിക്ക് ഇരുന്ന് ഇരിപ്പിൽ എനിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലൈവിൽ കയറി. പേടിക്കേണ്ട, 6 മണിക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ലൈവ് അതേപോലെ പോകുന്നതായിരിക്കും കേട്ടോ. മിസ് ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ഇംഗ്ലീഷ് സീനല്ല സെറ്റാക്കാം നമുക്ക്. ടീ കുടിച്ചോ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് വേണം. പെട്ടെന്ന് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്തിട്ട് 5 വരെ പോവാം അല്ലേ? എത്ര മണി വരെ പോകണം? കാരണം 6 മണിക്കാണ് നമ്മുടെ മറ്റേ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഇതൊക്കെ എത്ര മണി വരെ പോകണം? ഒന്ന് വേഗം പറഞ്ഞേ. എന്നിട്ട് വേണം എനിക്കൊന്ന് പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചായ കുടിച്ച് റെസ്റ്റ് എടുത്ത് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാനും വരും. ഓക്കെ. ലൈവ് എപ്പോൾ തുടങ്ങി? 4 o'clock ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാട്ടോ. ഇവിടെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മറ്റേ ക്ലാസ്സിലും എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ടോ, 5 PM വരെ മതി അല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഫണ്ണി ആക്കുക. ചിലപ്പോൾ മിക്കവാറും എല്ലാവരും എഴുതുന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അത് നാളെ ഉറപ്പായിട്ടും വരും എന്നല്ല, ബട്ട് ഇൻ കേസ് വന്നെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കണമല്ലോ. അപ്പം എന്തെങ്കിലും ഇതുപോലെയുള്ള 6 PM 5 വരെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് 6 മണിക്ക് തിരിച്ച് കയറാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധിക്കുക, 5 വരെ, ജസ്റ്റ് 15 minutes more. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ആൻഡ് കൃത്യം 6 മണിക്ക് നമ്മുടെ സെറ്റാക്കാൻ ഫുൾ ടീം എത്തിയേക്കണേ. ഓക്കെ, യെസ്. സോ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തുണ്ട്, ഡ്രഗ് അബ്യൂസ്. ഹാർഡിൻ ബി ജോൺസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസ്സാണ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. സോ ഈ 2 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ജനറലായിട്ട് കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഇപ്പം സ്പീച്ച് ആണെങ്കിലും എസ്സേ ആണെങ്കിലും ആർട്ടിക്കിൾ റൈറ്റിംഗ് ആണെങ്കിലും കോണ്ടന്റ് വരുന്നത് സെയിം തന്നെയല്ലേ? വാട്ട് ഡു യു തിങ്ക്? സ്പീച്ച് ആണെങ്കിൽ അതിന് മുന്നേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്, ഐ വെൽക്കം യു ഓൾ, ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ടു ഷെഡ് സം ലൈറ്റ് ഓൺ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് അത്രയും ഇൻട്രൊഡക്ഷൻ മാത്രം കൊടുത്താൽ മതി. ബോഡി ഓഫ് ദ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സെയിം ആണ്. അതേപോലെ എസ് ആണെങ്കിൽ എന്താണ്, ഈ ഒരു പറയുന്ന ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് അതൊന്നും വേണ്ട, പകരം ഇൻട്രൊഡക്ഷൻ ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആർട്ടിക്കിൾ ആണെങ്കിലും എന്താണ്. അപ്പോൾ ആ തരത്തിൽ ഫോമൽ
ഇമെയിൽ ആണെങ്കിൽ ഫ്രം വേണ്ടേ? വേണ്ട വേണ്ട. ഇമെയിൽ ആണോ? ഇമെയിൽ ആണെങ്കിൽ ടു CC BCC സബ്ജക്റ്റ് ഡിയർ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുക. അതിന് ഫ്രം അഡ്രസ്സ് ഒന്നും വേണ്ട. മെയിലാണ്, നമ്മുടെ ഒഫീഷ്യൽ ലെറ്ററിലാണ് ഫ്രം ഡേറ്റ് ടു സബ്ജക്റ്റ് സർ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ എഴുതുക. ഇൻഫോർമൽ ആണെങ്കിൽ ഫ്രം വേണ്ട, ടു വേണ്ട. ഫ്രം ഡേറ്റ് ഡിയർ പറഞ്ഞിട്ട് കാര്യം എഴുതുക. ഇമെയിലിന് എന്താണ്? ഫോർമലായിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിലും അതല്ല ഫ്രണ്ടിന് അയക്കുന്ന ഇമെയിൽ ആണെങ്കിലും ടു CC BCC ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അവിടെ കിടന്നോട്ടെ. ആൻഡ് സബ്ജക്റ്റ്. ഇത്രയും കാര്യം ഓർത്താൻ വെച്ചത് കേട്ടോ. വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡിൽ എന്താ മാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമോ? വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡിൽ നേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ നേച്ചർ കൺസർവേഷൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ല, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡെവലപ്മെൻറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ആൻഡ് നേച്ചർ കൺസർവേഷൻ എന്നുള്ളൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. അതിനെ ഒപ്പോസ് ചെയ്തിട്ടും എഗൻസ്റ്റ് ആയിട്ടും 4 പോയിന്റ്സ് എഴുതുക. യു ക്യാൻ ഈദർ സേ ഫോർ ദ ടോപ്പിക് ഓർ എഗൻസ്റ്റ് ദ ടോപ്പിക്. ചിലത് അപ്പം ആ ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിൽ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വാങ്കറി മത്തായി ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണ്. ഫ്രെയിം 6 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് വരുമോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേരാണ് റോബർട്ട് ബോൾവിൻ, രത്ന, നോമിത, അതേപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ. അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പേരാണ് മെയിനായിട്ട് വരിക. അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ആ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ എഴുതണ്ടേന്ന് കുറച്ച് മുന്നേ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗമ്യ, ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഓക്കെ. ഇവിടെ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കണക്ഷൻ വിത്ത് ആൻറ്റി നാർക്കോട്ടിക്സ് ഡേ യുവർ സ്കൂൾ ഈസ് ഹോൾഡിംഗ് ആൻ എലക്യൂഷൻ കോമ്പറ്റീഷൻ ഓൺ ദ ടോപ്പിക് ഡ്രഗ് അബ്യൂസ് ഡിസ്ട്രോയ്സ് ദ ഇൻഡിവിജ്വൽ, ദ സൊസൈറ്റി ആൻഡ് ദ നേഷൻ. പ്രിപ്പയർ യുവർ സ്പീച്ച്. സോ ഡ്രഗ് അബ്യൂസ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു സ്പീച്ച് റെഡിയാക്കി. സ്പീച്ച് എന്നല്ല, സ്പീച്ച് ആണെങ്കിലും എസ്സേ ആണെങ്കിലും അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ എഡിറ്റോറിയൽ ആണെങ്കിലും ഉള്ള പോയിന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. വിമൻ എംപവർമെൻറ്റ്, അതേപോലെ തന്നെ നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസും ആൻഡ് ഓൾസോ ദിസ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതും. ഏതാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതനുസരിച്ച് ഫോർമാറ്റ് മാറ്റുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്തെങ്കിലും ടോപ്പിക് എസ്സി ആയിട്ട് വന്നാൽ എത്ര പാരഗ്രാഫ് മിനിമം എഴുതണം? എത്ര പാരഗ്രാഫ് എന്നുള്ളതല്ല, അതിൻ്റെ ഒരു ഫോർമാറ്റ് നല്ല അത്യാവശ്യം വലുപ്പത്തിലൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക. ആൻഡ് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ബോഡി ഓഫ് ദി എസ്സേ എന്നുള്ള രീതിയിലാണെങ്കിൽ ഒരു 2 to 3 പാരഗ്രാഫ്, ലൈക്ക് എന്താണ് ടോപ്പിക് എന്നുള്ളത്, ആ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ അതുപോലുള്ള കാര്യങ്ങളോ ആണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് പാരഗ്രാഫ് എഴുതുക, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് പാരഗ്രാഫ് എഴുതുക. സോ പ്രോബ്ലം എന്താണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മാത്രം പറഞ്ഞാൽ പോരാ, യു ഷുഡ് ഹാവ് യുവർ ഓൺ സജഷൻസ്. ഈ ഒരു പ്രോബ്ലം ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ? സോ അതിന് സജഷൻസ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു വ്യൂ പോയിന്റും കൂടെ കൊടുക്കുക. ആൻഡ് ഈ പറഞ്ഞേക്കുന്ന ഫുൾ പോയിന്റ്സ് സമ്മപ്പ് ചെയ്തിട്ട് ഇന്നതൊക്കെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അത് പറഞ്ഞ് എൻഡ് ചെയ്യുക. ഇത്രയും രീതിയാണ് നിങ്ങൾ, ഈ ഒരു രീതി വേണം എസ്സേ എഴുതാനായിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ പാരഗ്രാഫ് എന്നുള്ള രീതിയിലല്ല, ടോപ്പിക് എന്താണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ടോപ്പിക് എന്താണ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വ്യൂ പോയിന്റ് എഴുതാനായിട്ട് മറക്കരുത്. ആൻഡ് കൺക്ലൂഡ് ഇറ്റ് ഇൻ എ വെരി കൈൻഡ് ആൻഡ് ഒപ്റ്റമിസ്റ്റിക് വേ. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഒരു എസ്സേ സെറ്റ് ആകും. ഓക്കെ, 6ഉം 8ഉം ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 8 എന്നുള്ള രീതിയിൽ നിൽക്കാം. Yes. So, hello everyone. Today I want to talk about something really important, how drug abuse can hurt a person, our communities and our own whole country. First, let's think about the person using drugs. It messes their life, it might get sick and they might not be able to do things they dreamed about. It also makes it hard for them to make good choices and have good relationship. But it's not just about that one person. When someone uses drugs, it affects everyone around them, their family, friends and neighbors. It makes our communities weaker and can make more crime happen. It's like a big problem we all have to deal with. So ഇവിടെ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രോബ്ലം എന്താണെന്നുള്ളത്, ആൻഡ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഫസ്റ്റ്ലി സെക്കൻഡ്ലി ലാസ്റ്റ്ലി എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. സോ ഫാത്തിമ, ഹലോ ഫാത്തിമ. യെസ്, ഭഗത്ത് പറഞ്ഞതുപോലെ ടെൻഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ടെൻഷൻ ഉണ്ടെങ്കിൽ എന്താ, കുറച്ചൊക്കെ ടെൻഷൻ ആവശ്യമാണല്ലേ. എന്നാലും ആ ഒരു കെയർലെസ് ആയിട്ട് പോയി എക്സാം എഴുതുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നല്ല രീതിയിൽ കുറച്ച് ടെൻഷനിൽ ശ്രദ്ധിച്ച് എക്സാം എഴുതുന്നത്. കുറച്ച് ടെൻഷൻ വേണം. എന്തിന് ടെൻഷൻ? എബിൻ പറഞ്ഞിട്ടില്ലേ, എന്തിന് ടെൻഷൻ? വൈ ഫിയർ വെൻ ഇലാൻസ് ഈസ് ഹിയർ? അല്ലേ ശരിയല്ലേ?
ശരിയല്ലേ? ശരിയാണെങ്കിൽ ഒരു തംസ് അപ്പ് ഒക്കെ ഒന്ന് കാണിച്ചേ, സെറ്റാക്കിക്കേ. ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ എല്ലാവരും? അതോ 6 മണിക്ക് വേണ്ടിയിട്ടുള്ളതിനുള്ള പ്രിപ്പറേഷനിലാണോ? ഫുൾ പവർ കാണിക്കുക, അതാണ്. പിന്നെ അത്രയേ ഉള്ളൂ. എന്തിന് ടെൻഷൻ? വൈ ഫിയർ വെൻ Elance is here, അല്ലേ? ആൻഡ് ഇഫ് ലോട്ട്സ് ഓഫ് പീപ്പിൾ, നോക്കിക്കേ, ഇങ്ങോട്ട് വാ. And if lots of people in our country are using drugs, it becomes a big problem for the whole nation. It can make it hard for people to work and make our hospitals busier and cause trouble for the police. So you see, it's not just a small problem, it's a big one that hurts all of us. So problem endana? Why are you standing here എന്നുള്ള സ്പീച്ചിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു. Then problem എന്താണെന്ന് അഡ്രസ് ചെയ്തു. ആൻഡ് അതിൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? യെസ്, വൈ ഫിയർ വെൻ Elance is here. അതാണ് ഭാഗത്തൊക്കെ ഫുൾ ഫോമായി വരുന്നുണ്ട്. എനർജി ഫുൾ കളയണ്ട. ഒരു 1 hour കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ നമ്മൾ തിരിച്ച് കയറുന്നതായിരിക്കും, അല്ലേ? സോ ആസ് കിഡ്സ് ആൻഡ് ഫ്യൂച്ചർ ലീഡേഴ്സ് വി നീഡ് ടു ഡു സംതിങ്. ഞാൻ പറഞ്ഞില്ലേ, സ്പീച്ചാണ്. കാര്യങ്ങളും നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ സജഷൻസ് കൂടെ പറയണം. എന്നാൽ മാത്രമേ ആ ഒരു സ്പീച്ച് കംപ്ലീറ്റ് ആവുള്ളൂ. വി ഷുഡ് ലേൺ അബൌട്ട് ഡ്രഗ്സ്, ടോക്ക് ഓപ്പൺലി അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ആൻഡ് ഹെൽപ്പ് എനിവൺ ഹു നീഡ് സപ്പോർട്ട്. ബൈ വർക്കിംഗ് ടുഗെദർ വി ക്യാൻ സ്റ്റോപ്പ് ഡ്രഗ് അബ്യൂസ് ഫ്രം കോസിംഗ് മോർ പ്രോബ്ലംസ്. സോ ലെറ്റ്സ് ബി അവെയർ, ടോക്ക് അബൌട്ട് ഇറ്റ് and help each other make good choice. Together we can build a safer and happier future for everyone. Thank you. So നിങ്ങളുടെ സജഷൻസ് പറഞ്ഞിട്ട് വളരെ കൈൻഡ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് രീതിയിൽ നിങ്ങളിതാ കൺക്ലൂഡും കൂടെ ചെയ്തു. സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ വേണം ഒരു സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ട്, റൈറ്റ്? യെസ്. മിസ്റ്റേക്ക് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വേണം. സെറ്റാക്കാം കേട്ടോ. നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് എന്തായാലും നമുക്ക് നോക്കാം. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുന്നതുമായിരിക്കും. ഓക്കെ, യെസ്. So ഇതാ നോക്കിക്കേ, വാങ്ക്രി മത്തായി is the first African woman to receive the Nobel Prize for Peace. Then prepare a profile using the hints given below. വാങ്ക്രി മത്തായി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളാണ്, എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഒറ്റ കാര്യം മാത്രം പ്രൊഫൈൽ റൈറ്റിങ്ങിൽ നോക്കിയാൽ മതി. ഈ ഡീറ്റെയിൽസ് കുറച്ച് നല്ല ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുക ഒരു പാരഗ്രാഫിലായിട്ട്. അത് മാത്രമേ നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. ഈ തന്നേക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. വാങ്ക്രി മത്തായി വാസ് ബോൺ ഇൻ കെന്യ ഓൺ April 1st, 1940. She did really important things for nature and peace. In 1977, she started something called the Green Belt Movement. They planted loads of trees and helped women to trees make the land better and help the environment. Vankri also worked in the government to make sure things were fair for everyone. People liked that what she did so much that she got special prizes like the Rai Livelihood Award in 1984, Nobel Peace Prize in 2004. She was the first African woman to get a big peace prize. And Vankri Matayi showed us how nature and peace go together, and now people all over the world try to do good things for the environment because of her. Okay, so profile writing പറയൂ ഡീറ്റെയിൽഡ് ആയിട്ട്. അതായത് ഉണ്ണി അല്ലല്ലോ, ഇത് ഭഗത്തല്ലേ? ഓക്കെ, പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വാങ്ക്രി മത്തായിയോ ഷഹീൻ മിസ്ട്രിയോ ഇർഫാൻ അലമോ ആരുമാകാം, ചിലപ്പോൾ അൺനോൺ ആയിട്ടുള്ള ഒരാളും ആകാം. എന്താണെങ്കിലും പേടിക്കേണ്ട, നിങ്ങൾക്ക് എഴുതേണ്ട ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇവിടെ ജനിച്ച സമയം, ചിലപ്പോൾ പേരൻസിൻ്റെ കാര്യങ്ങൾ പറയും, ഏത് ഫീൽഡിലാണ് അവർ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറയും. ദെൻ അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടോ, ഈസ് സ്റ്റിൽ ലിവിങ് അതോ പാസ്ഡ് അവേ ആണോ, സോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, സോ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും പോയിന്റ്സ് ആയിട്ടാണ് തരിക. ഇത് നിങ്ങൾ വലിച്ചു നീട്ടി എഴുതുക. ഈ പ്രൊഫൈൽ റൈറ്റിംഗിൽ മാറ്റുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്കാണ് കൂടുതലായിട്ട് നിങ്ങൾ വരുത്തുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വാങ്ക്രി മത്തായി വാസ് ബോൺ ഓൺ April 1st, 1940 ഇൻ കെന്യ. അത് കറക്റ്റാണ്. പക്ഷേ ഇയർ ആണ് നിങ്ങൾ ആദ്യം പറയുന്നതെങ്കിൽ വാങ്ക്രി മത്തായി വാസ് ബോൺ ഇൻ 1940. ഇയറിന് മുന്നേ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഇൻ ആണ്, അതല്ല 1st April 1940 ഓൺ December 5th അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ കെന്യയാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലം പറഞ്ഞേ, നിങ്ങളിപ്പോൾ ഉള്ള സ്ഥലം ഏതാണ്? ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേര് പറയൂ. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് പറയൂ. കോട്ടയം എന്നൊരു സ്ഥലം എടുക്കാം. ഇൻ കോട്ടയം, ഹി വാസ് ബോൺ ഇൻ കോട്ടയം എന്ന് പറയും, അല്ലേ? പക്ഷേ അറ്റ് കാഞ്ഞിരപ്പള്ളി ഇൻ കോട്ടയം എന്നും പറയും. എന്താണ് അതിൻ്റെ ഡിഫറൻസ്?
വെൻ കമ്പയറിങ് രണ്ട് പ്ലേസസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കുറച്ചും കൂടെ വെൽ നോൺ ആയിട്ടുള്ളത്? ഒരു ചെറിയ സ്ഥലം ഉണ്ടാവും, ആ ചെറിയ സ്ഥലത്തിന് പകരം കമ്പയർ ചെയ്യുമ്പോൾ ഏത് സ്ഥലമാണോ വലുത് അതിന് മുന്നേ ഇന്നും, ചെറിയ ലോക്കൽ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അതിന് മുന്നേ അറ്റും വേണം യൂസ് ചെയ്യാൻ. കൺട്രിയുടെ പേരൊക്കെ ആകുമ്പം ഇന്നായിരിക്കും. അതേപോലെ ട്രിവാൻഡ്രം, കൊച്ചിനും ഒക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അല്ലേ, ആ ഒരു സ്ഥലം കേരളത്തിൻ്റെ അകത്തുള്ളതാണെങ്കിലും നമുക്കറിയാം, അതുകൊണ്ട് ഇന്നായിരിക്കും. അതേസമയം ഇതിൻ്റെ സബ് സ്റ്റേഷൻസ് പോലെ ഉണ്ടാകും, അറ്റ് കാഞ്ഞിരപ്പള്ളി, ഇൻ കോട്ടയം. ഓക്കെ, സോ ചെറിയ സ്ഥലം ഏതാണോ ഞങ്ങളുടെ സെൻറ്റൻസിൽ പറയുന്നത് അതിന് മുന്നേ അറ്റും, വെൽ നോൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിന് മുന്നേ ഇന്നും വേണം യൂസ് ചെയ്യാൻ. അതെന്താ മിസ്സേ, കാലിക്കട്ട് പറ്റില്ല? പിന്നെ പറ്റില്ലേ, അറ്റ് പന്തീരങ്കാവ്, ഇൻ കാലിക്കട്ട് പറ്റില്ലേ? കാലിക്കട്ട് പറ്റും, കാലിക്കട്ടേ പറ്റുള്ളൂ അല്ലേ? അതാണ് സിഗ്മക്കുട്ടനെ എവിടെയായിരുന്നു? ജോബ് ആപ്ലിക്കേഷൻ ഓർഡർ ഉണ്ടോ? ബയോഡേറ്റയ്ക്ക് ഉണ്ട്. ജോബ് ആപ്ലിക്കേഷൻ ആദ്യം ഒരു ലെറ്റർ കൊടുക്കണം, കവറിംഗ് ലെറ്റർ കൊടുക്കണം. അത് കഴിഞ്ഞ് റെസ്യൂമെയിൽ കൊടുക്കുമ്പോഴത്തേക്ക് 6 മണിക്ക് ഉണ്ടാവണേ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ബയോഡേറ്റയ്ക്ക് അത് ആദ്യം കൊടുക്കേണ്ട എന്താണ്? നെയിം കൊടുക്കുക, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ്, ദെൻ ഡിക്ലറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ റെസ്യൂമെയിൽ വരുന്ന കാര്യമായിട്ടുള്ളത്. അത് ആ ഒരു ഓർഡറിൽ തന്നെ പോവുക. ഓക്കെ, യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രൊഫൈലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ പേരൻസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഹിസ് പേരൻസ് ആർ, ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആർ, മരിച്ചു പോയിട്ടുള്ളതാണെങ്കിൽ വെയർ എന്നുള്ള രീതിയിൽ, ആൻഡ് പാസ്ഡ് അവേ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയുക. എന്തൊക്കെയാണ് അവേർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് സെൻറ്റൻസുകളാക്കി മാറ്റി എഴുതുകയാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിൽ വേണ്ടത്. സോ ഇത്രയും കാര്യം ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തത്. ചുമ്മാ ഇരുന്നപ്പം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. 4 മണിക്ക് തുടങ്ങിയ ലൈവാണ്, 5 മണിക്ക് ഇനിയിപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തിനാണ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്? എന്തിനാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്? 6 മണിക്ക് സെറ്റാക്കാം. അതാണ് ഭഗത്ത് പറഞ്ഞതുപോലെ കൃത്യം 6 മണിക്ക് ഫുൾ ടീമുമായിട്ട് ഫുൾ പവറുമായിട്ട് വാ, പോയി 1 മണിക്കൂർ അടിച്ച് പൊളിക്കുക, റെസ്റ്റ് എടുത്ത് എനർജി കളയാതെ അടിപൊളിയായിട്ട് തിരിച്ചു വാ. 6 മണിക്ക് സെറ്റാക്കാം. അപ്പോൾ 6 മണിക്ക് കാണാം. ബൈ. അതാണ് 6 PM സെറ്റ്. ഓക്കെ, കാണാം.